السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب هدى ونورا ويسر تلاوته تيسيرا، وأشهد أن لا إله إلا الله وحده لا شريك له، وأن محمدا عبده ورسوله. فاللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 2/6/2017 വെള്ളിയാഴ്ച UAE ജുമുഅ ഖുത്ബ. റമദാനും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധമാണ് പ്രതിപാദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഹ്വാനം ചെയ്ത് ഖതീബ് ഉദ്ധരിക്കുന്നത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ ഖുർആൻ നാം അവതരിപ്പിച്ച അനുഗ്രഹീത ഗ്രന്ഥമാണ്. അതുകൊണ്ട് നിങ്ങളത് അനുധാവനം ചെയ്യുകയും കൽപ്പനകൾ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാൻ വേണ്ടി എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധ ദിനരാത്രങ്ങളിലെ നമ്മുടെ നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അതിമഹത്തായ ഗ്രന്ഥമാണ്. ലോകർക്ക് കരുണയുടെയും സന്തോഷത്തിന്റെയും ഉറവിടമാണ് വിശുദ്ധ ഖുർആൻ. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു പറയുന്നു, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. കഷ്ടപ്പെടാൻ വേണ്ടിയല്ല നബിയെ താങ്കൾക്കു നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ യഥാവിധം പാരായണം ചെയ്യുമ്പോൾ ഹൃദയം നിർമ്മലമാകും, മനസ്സിന് ശാന്തത കൈവരും, ശരീരം സ്വസ്ഥതയനുഭവിക്കും. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ വാക്കുകളിൽ നിന്ന് മനസമാധാനമാർജിക്കുകയും ചെയ്തവർ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അല്ലാഹുവിന്റെ വാക്കുകൾ കൊണ്ട്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരൂ. മുഅ്മിനീങ്ങളെ, ഖുർആനും റമദാനും തമ്മിൽ ഇത്ര ശക്തമായ ബന്ധമെന്താണ്? അതെ, ഖുർആൻ അനുഗ്രഹീത ഗ്രന്ഥമാണ്. അല്ലാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമാണിത്. ഇതിലെ സൂക്തങ്ങൾ ആളുകൾ ചിന്താവിധേയമാക്കുവാനും ബുദ്ധിശാലികൾ പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയാണത്. എന്നാൽ റമദാനാവട്ടെ അനുഗ്രഹീത മാസമാണ്. അനുഗ്രഹീത മാസത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ രാത്രിയിൽ, ലൈലത്തുൽ ഖദ്റിൽ സവിശേഷ ഗ്രന്ഥമിറക്കാൻ അല്ലാഹു തീരുമാനിക്കുകയായിരുന്നു. ഖുർആൻ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ആ ഗ്രന്ഥം അവതരിപ്പിച്ചത്. നോമ്പും ഖുർആനും മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കാനാണ്, തഖ്വയുണ്ടാക്കാനാണ്.
ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇതാണ് ഗ്രന്ഥം, ഇതിൽ സംശയമൊട്ടുമേയില്ല, മുത്തഖീങ്ങൾക്ക് അഥവാ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സന്മാർഗ ദർശകമാണ് ഈ ഗ്രന്ഥം. അഥവാ ഖുർആൻ തഖ്വയുണ്ടാക്കാനുള്ളതാണ്. നോമ്പിന്റെ ലക്ഷ്യം പ്രസ്താവിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കു നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ട് അത് പാരായണം ചെയ്യുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നോമ്പെടുക്കുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് തഖ്വ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം യാഥാർത്ഥ്യമാകും. അങ്ങനെ ഇഹപര വിജയികളിൽ അവൻ ഉൾപ്പെടുകയും ചെയ്യും. ഖുർആൻ പറയുന്നത് പോലെ ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, നിശ്ചയം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് സുഖലോലുപതയുടെ സ്വർഗീയാരാമങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യണം? കാരണം അല്ലാഹു നമ്മോട് പാരായണം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾ ആവുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുവിൻ എന്നാണ് അല്ലാഹുവിന്റെ ആഹ്വാനം. ഖുർആൻ അർത്ഥതലങ്ങൾ ആലോചിച്ച് പാരായണം ചെയ്യുന്നവന് അതിമഹത്തരമായ പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന, ഏതൊരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്യുന്നുവോ അതിനവന് ഒരു നന്മ രേഖപ്പെടുത്തും. വൽ ഹസനതു ബിഅശ്റതി അംസാലിഹാ, ഓരോ നന്മയും 10 മടങ്ങ് പ്രതിഫലം ലഭിക്കാനുള്ളവയുമാണ്. അമാ ഇന്നി ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ്, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നൊരാൾ ഉച്ചരിക്കുമ്പോൾ അത് ഒരക്ഷരമാണെന്നു ഞാൻ പറയുന്നില്ല. വലാകിൻ, മറിച്ച് അലിഫ് ഹർഫുൻ, ആ അലിഫ് ലാം മീമിൽ അലിഫ് ഒരക്ഷരമാണ്, 10 പ്രതിഫലമാണ്. വലാം ഹർഫുൻ, ലാം വേറെ ഒരക്ഷരമാണ്, അതിനും 10 പ്രതിഫലമാണ്. വമീമുൻ ഹർഫ്, മീം മൂന്നാമത് വേറെ ഒരക്ഷരമാണ്, അതിനും വേറെ പ്രതിഫലമാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ശാന്തത കളിയാടും, അനുഗ്രഹ വർഷമുണ്ടാകും, ഹൃദയങ്ങൾക്ക് സമാധാനവും ശമനവും ആകുലതകൾക്ക് പരിഹാരവും ദുഃഖങ്ങൾക്ക് പ്രതിവിധിയും അനുഭവവേദ്യമാവും. ഖുർആൻ തന്നെ പറയുന്നത് പോലെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആനിൽ നാം സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളവ അവതരിപ്പിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് നാം പറയുന്നത്? കാരണം നോമ്പും ഖുർആനും നാളെ നമുക്ക് ശുപാർശ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നോമ്പിന് ഖുർആൻ ഓതിയവന് 2 ശുപാർശക്കാർ ഒന്നിച്ചുണ്ടാകും. 2 പേർ അവനു വേണ്ടി ശഫാഅത്ത് ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദ്, നോമ്പും ഖുർആനും അടിമകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. യഖൂലു സ്സൗം, നോമ്പ് അല്ലാഹുവിനോട് പറയും, ഐ റബ്ബ് ഇന്നി മനഅ്തുഹു അത്'ആമ വശ്ശഹവാതി ബിന്നഹാർ, പകൽ സമയങ്ങളിൽ വികാരങ്ങളിൽ നിന്ന് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് അവനെ ഞാൻ തടഞ്ഞു നിർത്തിയിരുന്നു. ഫശഫ്അനി ഫീഹി, അതുകൊണ്ട് എന്റെ ശഫാഅത്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണമെന്ന് നോമ്പ് പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, റബ്ബി ഇന്നി മനഅ്തുഹു നൗമ ബില്ലൈൽ, രാവിൽ അവന്റെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തിയിരുന്നു. ഫശഫ്അനി ഫീഹി, അതുകൊണ്ട് എന്റെ
എന്റെ ശഫാഅത്ത് സ്വീകരിക്കണമെന്ന് ഖുർആനും അള്ളാഹുവിനോട് പറയും. ഫയുഷ്ഫഅൻ, ആ രണ്ട് ശഫാഅത്തുകളും അള്ളാഹു സ്വീകരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ സ്വഹാബീവര്യന്മാരും സ്വാലിഹീങ്ങളും ഉലമാക്കളും സമയത്തിന്റെ സിംഹഭാഗവും ഖുർആൻ പാരായണത്തിനാണ് വിനിയോഗിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാവും. അതുകൊണ്ട് നാം ഓരോരുത്തരും ഖുർആൻ പാരായണത്തിനും പാരായണ രീതിയും ശൈലിയും സുന്ദരമാക്കുന്നതിനും സമയം കണ്ടെത്തേണ്ടതുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല, നിയമങ്ങൾ പാലിച്ച് അവധാനതയോടെ ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് റബ്ബിന്റെ ആഹ്വാനം. പാരായണ ഉച്ചാരണ നിയമങ്ങൾ ഗ്രഹിച്ചും തനതായ പാരായണ ശൈലികൾ ശ്രവിച്ചും നാം ഈ സമയം ധന്യമാക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നത് വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് കേൾക്കുകയും സാഗൂതം ശ്രവിക്കുകയും വേണം. കാരണം അത് നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ വഴി തുറന്നേക്കാം എന്നാണ്. പള്ളികളിലെ ഖുർആൻ പഠന മനന സദസ്സുകളിലും ഖുർആൻ പഠന കേന്ദ്രങ്ങളിലും നാം സന്നിഹിതരാവണം. നമ്മുടെ മക്കളുടെ സമയം ഖുർആൻ പഠനത്തിനും ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നതിനും വിനിയോഗിക്കപ്പെടണം. അതേറെ മഹത്തരമാണ്. മക്കൾക്കെന്ന പോലെ മാതാപിതാക്കൾക്കും അതിന് ഉദാത്തമായ പ്രതിഫലമുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ ഖുർആന യൽഖാ സ്വാഹിബഹു യൗമൽ ഖിയാമ. ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ആളുകളെ അന്ത്യനാളിൽ കണ്ടുമുട്ടും. ഫയഖൂൽ അന സ്വാഹിബുക്കൽ ഖുർആൻ, നിന്റെ കൂട്ടുകാരനായ ഖുർആനാണു ഞാൻ എന്ന് ഖുർആൻ അദ്ദേഹത്തോട് പറയും. അല്ലദീ അദ്മഅതുക ഫിൽ ഹവാജിർ, നട്ടുച്ചകളിൽ നിനക്കു ഞാൻ ദാഹം നൽകിയിട്ടുണ്ട്. വഅസ്ഹർതു ലൈലക്, നിന്റെ രാവുകളിലെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഖുർആൻ പറയും. എന്നിട്ട് വീണ്ടും ഖുർആൻ അദ്ദേഹത്തോട് പറയുമത്രേ, വഇന്ന കുല്ല താജിരിൻ മിൻ വറാഇ തിജാറ, ഓരോ കച്ചവടക്കാരനും സ്വന്തം കച്ചവടത്തിന് പിറകിലാണ്. ഫഇന്നകൽ യൗം മിൻ വറാഇ കുല്ലി തിജാറ, എന്നാൽ നിനക്കാവട്ടെ ഇന്ന് എല്ലാ വ്യവഹാരങ്ങളുമുണ്ട്. ഫയുഅ്തൽ മുൽക്കു ബിയമീനി, അങ്ങനെ അവന്റെ വലതു കൈയിൽ ആധിപത്യം നൽകപ്പെടും. വൽ ഖുൽദു ഫീ ശിമാലി, അദ്ദേഹത്തിന്റെ ഇടതു കൈയിൽ ശാശ്വതത്വം നൽകപ്പെടും. വയൂലഉ അലാ റഅസിഹി താജുൽ വഖാർ, ആഭിജാത്യത്തിന്റെ കിരീടം അവന്റെ തലയിൽ ചാർത്തപ്പെടും. വയുക്സാ വാലിദാഹു ഹുല്യതൈൻ ലാ യുഖവ്വമു ലഹും അദ്ദുനിയ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അതിമനോഹരമായ ഭൗതിക ലോകത്തെ മുഴുവൻ വസ്തുക്കളെക്കാളും വിലമതിക്കുന്ന രണ്ടു വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടും. യഖൂലാനി ബിമ കുസീനാ ഹാദാ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് ധരിപ്പിക്കപ്പെട്ടതെന്ന് അവരാശ്ചര്യപ്പെടും. ഫയുഖാലു ലഹുമാ ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, ഇത് നിങ്ങൾക്ക് ധരിപ്പിക്കപ്പെടാൻ കാരണം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതുകൊണ്ടാണ് എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നു മാത്രമല്ല, തുടർന്ന് ആ സാഹിബുൽ ഖുർആനിനോട്, ഖുർആനിന്റെ ആളോട് പറയപ്പെടും, യഖ്റഅ വസ്അദ് ഫീ ദറജിൽ ജന്നതി വഗറഫിഹാ, നീ ഖുർആൻ പാരായണം ചെയ്യുക, സ്വർഗത്തിന്റെ തട്ടുകളിൽ നീ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഫഹുവ ഫീ സുഊദിൻ മാദാമ യഖ്റ, അങ്ങനെ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ സ്വർഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഖുർആൻ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും സംസ്കരിക്കും. അറബി ഭാഷയ്ക്കത് കരുത്തു പകരും. ഖുർആന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഖുർആനിനെ സ്വഭാവമായി അംഗീകരിച്ചവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് മറുപടി നൽകിയത്. ആര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്നുവോ അവൻ ശിരസാവഹിക്കേണ്ടത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന,
ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, നിശ്ചയം അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് അഥവാ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള അവയെ പ്രതീക്ഷിക്കുന്നവർക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ മാസം അതർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.